ഹലോ എവ്രി വൺ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദീസ് ആർ ദ സാറ്റലൈറ്റ്സ് വിച്ച് അപ്പിയർ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു എർത്ത്. എർത്തിനെ റെസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. അതായത് എർത്ത് കറങ്ങുന്ന സെയിം വെലോസിറ്റിയിലും അതേപോലെ എർത്തിൻ്റെ സെയിം ഡിറക്ഷനിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുക. സോ എർത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ടായിരിക്കും. ആക്ച്വലി ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബട്ട് എർത്തിൻ്റെ സെയിം വെലോസിറ്റിയും സെയിം ഡിറക്ഷനിലാണ് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്നത്. സോ അതെപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. ഇറ്റ്സ് ഓർബിറ്റ് ഈസ് നോൺ ആസ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഓർ പാർക്കിംഗ് ഓർബിറ്റ്. ഇനി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്ന ഒരു ഫിക്സ്ഡ് പാത്വേ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഓർബിറ്റ് ഉണ്ടാവും. ആ ഓർബിറ്റിനെ വിളിക്കുന്ന പേരാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് അല്ലെങ്കിൽ പാർക്കിംഗ് ഓർബിറ്റ്. ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ് സ്റ്റേഷനറി, ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ഡിറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് സെയിം ആസ് എർത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റാണ്. ഇതിന് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ എർത്തിൻ്റെ സെയിം വെലോസിറ്റിയും എർത്തിൻ്റെ സെയിം ഡിറക്ഷനിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ് റൊട്ടേറ്റ് സെയിം ആസ് ദ ഡിറക്ഷൻ ഓഫ് എർത്ത്, ദാറ്റ് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ എർത്തിൻ്റെ സെയിം ഡിറക്ഷനിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ എർത്ത് കറങ്ങുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡിറക്ഷനിലാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. These satellites revolves around the equatorial plane of the earth. അപ്പോൾ ഈ സാറ്റലൈറ്റ് കറങ്ങുന്നത് എർത്തിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ റീജിയൻ കൂടെയാണ്. ഇറ്റ്സ് ടൈം പീരിയഡ് ഓഫ് റൊട്ടേഷൻ ഈസ് 24 hours ലൈക്ക് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 24 hours ആണ്. അതേപോലെ തന്നെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരിയഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 24 hours ആണ്. The height of the orbit of this satellite is approximately equal to 36,000 km. Hence, it is not so close to the surface of Earth compared to polar satellites. അപ്പം ഇതിൻ്റെ ഓർബിറ്റ്, ഇത് കറങ്ങുന്ന ഒരു ഫിക്സ്ഡ് ഓർബിറ്റ് ഉണ്ടല്ലോ, അതായത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് അല്ലെങ്കിൽ പാർക്കിംഗ് ഓർബിറ്റ്, അതും എർത്തിൻ്റെ സർഫസിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 36,000 കിലോമീറ്ററിന് ഈക്വലാണ്. അതായത് അത് കറങ്ങുന്ന ഏരിയ ഓർബിറ്റും എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 36,000 കിലോമീറ്ററാണ്. ഇനി ഇതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് TV ബ്രോഡ്കാസ്റ്റിംഗ്, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അതേപോലെ വെതർ ഫോർകാസ്റ്റിംഗ്. ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസാണ്. വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനം. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് TV ബ്രോഡ്കാസ്റ്റിംഗ്, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ്. ഇനി ജസ്റ്റ് ഈ ഫിഗർ നോക്കുക. എർത്തിൻ്റെ ഇക്വറ്റോറിയൽ റീജിയൻ കൂടെ വെസ്റ്റ് ടു ഈസ്റ്റ് ഡിറക്ഷനിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പോളാർ സാറ്റലൈറ്റ്സ് ആണ്. As the name indicates, these satellites revolves around the polar region of the Earth. ഇപ്പോൾ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ, അതായത് പോളാർ എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എർത്തിൻ്റെ പോളാർ റീജിയൻ കൂടെയാണ് ഈ സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. അതേപോലെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്നത് എർത്തിൻ്റെ ഇക്വറ്റോറിയൽ റീജിയൻ കൂടെ ആയിരുന്നു. ഇറ്റ്സ് ഓർബിറ്റ് ഈസ് നോൺ ആസ് പോളാർ ഓർബിറ്റ്. അപ്പോൾ ആ പോളാർ സാറ്റലൈറ്റ്സ് കറങ്ങുന്ന ആ ഒരു ഫിക്സ്ഡ് ഓർബിറ്റിനെ വിളിക്കുന്ന പേരാണ് പോളാർ ഓർബിറ്റ്. ഇപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്ന ഓർബിറ്റിനെ വിളിക്കുന്ന പേര് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിനും അല്ലെങ്കിൽ പാർക്കിംഗ് ഓർബിറ്റും എന്നായിരുന്നു. ദിസ് റിവോൾവ്സ് ഇൻ ദി നോർത്ത് സൗത്ത് ഡിറക്ഷൻ വൈൽ എർത്ത് സ്പിൻസ് ബിലോ ഇറ്റ് ഇൻ വെസ്റ്റേഴ്സ് ഡിറക്ഷൻ. അപ്പോൾ എർത്ത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും വെസ്റ്റേഴ്സ് ഡിറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ ഈ സാറ്റലൈറ്റ്, അതായത് പോളാർ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ്. ഈ നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ ഒരേ സമയം പോളാർ സാറ്റലൈറ്റ് നോർത്ത് സൗത്ത് ഡിറക്ഷനിലും എർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഡിറക്ഷനിലും കറങ്ങുന്നുണ്ട്. ഈ പോളാർ സാറ്റലൈറ്റിന് എർത്തിൻ്റെ സർഫസ് മൊത്തമായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ഹെൻസ് ദിസ് സാറ്റലൈറ്റ്സ് ക്യാൻ സ്കാൻ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ എർത്ത്. അങ്ങനെ ഒരേ സമയം പോളാർ സാറ്റലൈറ്റ് നോർത്ത് സൗത്ത് ഡിറക്ഷനിലും അതിൻ്റെ താഴെയായിട്ട് എർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഡിറക്ഷനിലും കറങ്ങണമുണ്ട്. ഈ പോളാർ സാറ്റലൈറ്റിന്
സർഫസ് ഓഫ് എർത്തിൻ്റെ സർഫസ് മൊത്തമായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഇൻ ദി ഹൈറ്റ് ഓഫ് 500 to 800 കിലോമീറ്റർ. ഹെൻസ് ഇറ്റ് ഈസ് ക്ലോസർ ദാൻ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ആയത് പോളാർ ഓർബിറ്റും സർഫസ് ഓഫ് എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 to 800 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉള്ളത് അപ്രോക്സിമേറ്റ്ലി ഒരു 36,000 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിനെക്കാട്ടും കൂടുതൽ ക്ലോസ് ആരാണ്? പോളാർ സാറ്റലൈറ്റാണ്. ഇനി ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് സ്റ്റഡിയിങ് ദ വെതർ, എൻവയോൺമെൻറ്റ്, അപ്പോൾ പരിസ്ഥിതിയും കാലാവസ്ഥയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റഡിയിങ് പർപ്പസ് ആയിരുന്നു. മറ്റേത് ജിയോ സ്റ്റേഷനറി കൂടുതലായിട്ട് മെയിനായിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസ് ആണെങ്കിൽ ഇത് കൂടുതലായിട്ടുള്ളത് സ്റ്റഡിയിങ് പർപ്പസിനാണ്, അതായത് സ്റ്റഡിയിങ് ദ വെതർ, എൻവയോൺമെൻ്റ് ഒക്കെ. ഇനി അതുപോലുള്ള വേറെ യൂസസ് ആണ് സ്പൈയിങ്, റിമോട്ട് സെൻസിങ്, മീറ്ററോളജി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ നിരീക്ഷണം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൽ നമ്മൾ പഠിച്ചൊരു യൂസായിരുന്നു വെതർ ഫോർകാസ്റ്റിംഗ് കാലാവസ്ഥ പ്രവചനമായിരുന്നു. ഇത് കാലാവസ്ഥാ നിരീക്ഷണമാണ്. അപ്പോൾ അതിൻ്റെ യൂസസ് ഒക്കെ സ്റ്റഡിയിങ് ദ വെതർ, എൻവയോൺമെൻറ്റ്, പിന്നെ സ്പൈയിങ്, റിമോട്ട് സെൻസിങ് ആൻഡ് മീറ്ററോളജി. ജസ്റ്റ് ഈ ഫിഗർ നോക്കുക. അത് എന്താണ്, എർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോളാർ സാറ്റലൈറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത്.